ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സമയത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലത്തെ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശമൊക്കെ പൂർണ്ണമായും അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതിനോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ഇപ്പോൾ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം മധ്യ കേരളത്തിൽ എങ്ങനെയാണ് കടന്നു പോവുക? സിന്ദൂരി, വളരെ ആവേശകരമായൊരു കൊട്ടിക്കലാശത്തിനാണ് മധ്യകേരളവും ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. 5 ജില്ലകളിലും അത്യാവേശപൂർവ്വം മുന്നണി പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കുകൊണ്ടു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ അവരുടെ പൊതുപര്യടനം ആരംഭിച്ചിരുന്നു. ഏറെ പേരും റോഡ് ഷോ തന്നെയാണ് നടത്തിയത്. അവസാന വട്ടമായ മണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥികൾ തുറന്ന വാഹനത്തിൽ ഈ വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മണ്ഡലത്തിലുടനീളം അവർ യാത്ര ചെയ്തു. വൈകുന്നേരത്തോടെ 4 മണിയോടെയാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തിയത്. അവിടെ വെച്ച് വളരെ ആഹ്ലാദപൂർവ്വം ഈ കൊട്ടിക്കലാശം കളറാക്കി എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാവുന്നതാണ്. ഈ എറണാകുളത്ത് മന്ത്രി പി രാജീവ്, അദ്ദേഹം നിലവിൽ സിറ്റിംഗ് മന്ത്രിയായ പി രാജീവ് കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടിക്കലാശം, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ മുഴുവൻ മുന്നണികളുടെയും കൊട്ടിക്കലാശം കളമശ്ശേരി ടൗണിൽ തന്നെയായിരുന്നു നടന്നത്. അവിടെ ഈ കൊട്ടിക്കലാശം ഏറെ ആവേശം ആകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മന്ത്രി പി രാജീവിൻ്റെ കൊട്ടിക്കലാശത്തിൽ റാപ്പർ വേടനും പങ്കെടുത്തു എന്നുള്ളതാണ്. വേടൻ്റെ വരവോടുകൂടി പ്രവർത്തകർ കൂടുതൽ ആവേശത്തിലായി. എല്ലായിടത്തും മുദ്രാവാക്യം വിളികളും ഒക്കെ ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുമായിരുന്നു. ഒപ്പം ഇത് കൂടുതൽ വർണ്ണാഭമാക്കാനായി കാവടിയും ചെണ്ടമേളവും ഒക്കെ ഇതിന് കൊഴുപ്പേകി. അങ്ങനെ കൃത്യം 6 മണിയോടെ ഇന്നലെ ഈ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ ആ നിലയിലായിരിക്കും ഇന്ന് വോട്ട് തേടുക. മറ്റ് പരസ്യ പ്രചാരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഫോണിലും മറ്റുമൊക്കെയായി സ്ഥാനാർത്ഥികൾ അവസാനമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാകും ഇന്ന് ഉണ്ടാവുക. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ വിവിധ ഇടങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ആകെ കണക്കാക്കുകയാണെങ്കിൽ 50 സീറ്റുണ്ട്. ആ 50 സീറ്റിൽ 34 സീറ്റും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. 16 സീറ്റ് മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. അതിൽ തന്നെ അവർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന, UDFന് ഏറെ പ്രതീക്ഷയുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് എറണാകുളത്താണ്. ഈ 16 സീറ്റിൽ 9 സീറ്റും UDFന് നേടാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു. 14 മണ്ഡലമുള്ള എറണാകുളം ജില്ലയിൽ 9 സീറ്റും UDF ആണ് നേടിയത്. 5 സീറ്റ് മാത്രമാണ് LDFന് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ എറണാകുളത്ത് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ UDF മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം മറ്റ് ജില്ലകളിലൊക്കെ ഉണ്ടായ വലിയ തകർച്ച, അതിൽ നിന്ന് കയറാനാകും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ഈ ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഓരോ മണ്ഡലം വീതം മാത്രമാണ് ഈ 2021 തെരഞ്ഞെടുപ്പിൽ UDFന് നേടാൻ കഴിഞ്ഞത്. അത് ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. എന്നാൽ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുമുന്നണി കേരളം ഭരിക്കുകയാണ്. ഈ 10 വർഷക്കാലം കൊണ്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വലിയ നേട്ടങ്ങൾ ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ വികസനം എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞു. അത് മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത് പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ വികസനത്തിൻ്റെ സ്വാദ് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം കാഴ്ചവെച്ചത്. അത് ഓരോ മണ്ഡലത്തിലും അതിൻ്റെ നേട്ടങ്ങൾ, വികസന പ്രതീകങ്ങൾ നേരിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഈ കിഫ്ബി ഫണ്ടൊക്കെ ചെലവഴിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഈ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതെല്ലാം വോട്ടായി മാറും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. എല്ലായിടത്തെയും പോലെ മധ്യ കേരളത്തിലും വികസനത്തിലൂന്നിൽ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോയത്. അതാത് മണ്ഡലങ്ങളിൽ നടപ്പാക്കിയ വികസനങ്ങൾ അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തോടൊപ്പം നടക്കാത്ത ചില മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ MLAമാരിരുന്ന പല മണ്ഡലങ്ങളിലും വികസന മുരടിപ്പുണ്ടായി എന്നൊരാക്ഷേപം ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അത് ജനങ്ങളിൽ മാത്രമല്ല, UDF പ്രവർത്തകർക്കിടയിൽ പോലും ഈ UDF MLAമാർക്കെതിരെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. കാരണം വികസനം ഉയർത്തി കാണിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വോട്ട് തേടുന്നത്. അതുപോലെ പറയാൻ അവർക്കൊന്നില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ പ്രതിസന്ധി അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് UDF പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത്തവണയും
മൂന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മൂന്നാം ഇടതുമുന്നണി സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലേക്ക് തന്നെ പ്രവർത്തകർ അല്ലെങ്കിൽ വോട്ടർമാർ ആ തരത്തിൽ വിധി എഴുതും എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണം അവസാനിക്കുന്നതോടെ നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആ വിധിയെഴുത്ത് അനുകൂലമാകും എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയുടെ വലിയ പ്രതീക്ഷ. ഒപ്പം സിന്ധൂരി ചോദിച്ചതുപോലെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് തുടങ്ങും. ഈ 14 മണ്ഡലങ്ങളിലായി 14 കേന്ദ്രങ്ങളിലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ 3149 പോളിംഗ് സ്റ്റേഷനുകളായി ആകെ 15148 ഉദ്യോഗസ്ഥരാണ് വിവിധ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത് സിന്ധൂരി, ഇവിടെ എറണാകുളത്ത് ഭൂരിഭാഗവും വനിതകളാണ് ഈ പോളിംഗ് ബൂത്തുകൾ നിയന്ത്രിക്കുക. വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും കൂടുതലും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ 15000-ൻ്റെ കണക്ക് പറഞ്ഞതിൽ 10748 വനിതാ ഉദ്യോഗസ്ഥരും 4400 പുരുഷ ഉദ്യോഗസ്ഥരുമാണ് ജില്ലയിലുള്ളത് എന്നുള്ളതാണ്. അതായത് 14 പോളിംഗ് സ്റ്റേഷനുകൾ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരാകും നിയന്ത്രിക്കുക. അങ്ങനെ 14 കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. സിന്ധു.